പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് വിശുദ്ധി വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14 തിരുവചനം പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. തുടർന്ന് പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് 1:21-22 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനും കഴിയും. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ നാം ആത്മവഞ്ചകരായി മാറുകയാണ്. അങ്ങനെ ആകാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് തിന്മകൾ വിട്ടുപോവുകയും ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എഫേസോസ് 4:22 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. എന്തൊക്കെയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണെന്ന് ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത്. ജോയൽ 2:13 കർത്താവ് അരുളി ചെയ്യുകയാണ്, ജോയൽ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. അപ്പോൾ ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.